മൂഡ് ബോർഡ് വേഴ്സസ് ഇൻസ്പിറേഷൻ ബോർഡ്. കാര്യം പറഞ്ഞാൽ രണ്ടും സിമിലർ ആണ്, പക്ഷെ അല്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്ട് ഓഷ്യൻ ആണെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ ഓഷ്യനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ടൈമിൽ ഓഷ്യന്റെ കുറേ എലമെന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന എലമെന്റ്സിൽ നിന്ന് ശരിക്കും നിങ്ങളെ ഇൻസ്പയർ ചെയ്ത വിഷ്വൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ബോർഡാണ് ഇൻസ്പിറേഷൻ ബോർഡ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബോർഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റിന് ഒരു വിഷ്വൽ ലാംഗ്വേജ് ആണ് മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻസ്പിറേഷനെ ബേസ് ചെയ്യുന്ന ഒരു നമ്പർ ഓഫ് വിഷ്വൽസ് ഉണ്ടാവും. അതിപ്പോ ഓഷ്യനിൽ ഉണ്ടാവും, ഓഷ്യന്റെ പുറത്തുണ്ടാവും, ഓഷ്യന്റെ അകത്തുണ്ടാവും, നമ്മുടെ ഡെയിലി ലൈഫിലും ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന വിഷ്വൽസും അതിന്റെ ഷേപ്പ്, കളർ, ടെക്സ്ചർ ഇതൊക്കെ ബേസ് ചെയ്തിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് മൂഡ് ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ്, കളർ സ്കീം, നല്ല ഫോണ്ട് ഇതെല്ലാം ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.